സഞ്ജുട്ടാ, ഈ കമ്മല് ചേച്ചിയുടേതല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? സഞ്ജുട്ടാ, ഈ കമ്മൽ എങ്ങനെ ഇവിടെ വന്നു? അത് ഞാനെങ്ങനെ അറിയാനാ? ഞാൻ കരുതിയത് നിന്റേതായിരിക്കുന്നു. നീ ഒന്ന് പുറത്തു പോലെച്ചു, എനിക്ക് കിടക്കണം. സഞ്ജുട്ടിന് ഇത് കുടിച്ചാൽ എനിക്ക് സമാധാനത്തോടെ ചെന്ന് ഉറങ്ങാം. കുടിക്ക് സഞ്ജുട്ടാ. മതി, കുറച്ചുകൂടി അങ്ങ് കുടിക്ക്. കുടിക്ക്. ഇനി പോവാലോ? സന്തോഷായി. ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കഴുകി വെച്ചിട്ട് പോവാം. നിക്ക്, ഗ്ലാസ് മാത്രം ആക്കണ്ട, കിച്ചണിലെ എച്ചിൽ പാത്രം വരെ എന്റെ വാഷ്റൂമിൽ കൊണ്ടിട്ട് കഴിവ്. അയ്യോ, ഞാൻ പോയേക്കാമേ. ആരാ? എന്നെ ലച്ചുവിന് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ? അന്ന് മുത്തശ്ശിക്കൊപ്പം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആളല്ലേ? അയ്യോ, പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്റെ പേര് ദക്ഷ. ലച്ചു ദക്ഷാമെന്ന് വിളിച്ചാ മതി. എന്താ ഇവിടെ വന്നത്? ഇവിടുത്തെ ബന്ധുവാണോ? ഇവിടെയുള്ളവരുടെ ബന്ധുക്കളെ ഒന്നും എനിക്കറിയില്ല. ഞാൻ മംഗലശ്ശേരിക്കാരുടെ ബന്ധുവൊന്നുമല്ല. എന്നാ ചില ബന്ധങ്ങൾ ഇല്ലാതെയുമില്ല. അതൊക്കെ ലച്ചുവിന് വഴിയെ മനസ്സിലാവും. ലച്ചുവിന്റെ കഥകളൊക്കെ എനിക്കറിയാം. എങ്ങനെ അറിയാം? എന്റെ അമ്മയ്ക്ക് ലച്ചുവിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. മുത്തശ്ശിയെ ഞാൻ എവിടെ വെച്ചാ പരിചയപ്പെട്ടെന്ന് മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇനി എന്റെ മുത്തശ്ശിയെ പോലെ തോന്നിയതുകൊണ്ടാണോന്നും അറിയില്ല. ലച്ചുവിനറിയാത്ത പല കാര്യങ്ങളും എന്റെ അമ്മയ്ക്കറിയാം. ഇവിടെ എല്ലാവരും ലച്ചുവിനെ മരുമകളായി അംഗീകരിച്ചോ? ഞാൻ പേടിച്ചിട്ടാ വന്നത്. പക്ഷേ എല്ലാവരും എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അത് വലിയൊരു കാര്യമില്ലേ ദക്ഷാമേ? എല്ലാവരും എന്ന് ലച്ചു വിശ്വസിക്കണ്ട. സ്വന്തം വീട്ടുകാരുടെ പോലും പിന്തുണയില്ലാതെയാ ലച്ചു ഇവിടെ വന്ന് കയറിയത്. ലച്ചുവിന് പോകാനും ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് കാണേണ്ട കാഴ്ചകൾ കണ്ടും കേൾക്കേണ്ട സത്യങ്ങൾ കേട്ടും വേണം ഇവിടെ പിടിച്ചു നിൽക്കാൻ. ദക്ഷാമ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയൊരു പാവം കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. നിന്റെ ഭർത്താവിനെ കൈമോശം വരാതെ നോക്കാൻ കഴിഞ്ഞാ നീ ജയിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതൊക്കെ പറയാനാണോ വന്നത്? ഞാൻ ഈ വീട്ടിലെ മരുമോളാ. എനിക്ക് ഇങ്ങനെയുള്ള സംസാരം ഒന്നും കേൾക്കണ്ട.
ഗ്രാമത്തിൽ നിന്ന് വന്ന പാവ ഒരു പെണ്ണാ നീ. ഉള്ളിൽ പകയും വെച്ച് പുറമേ ചിരിക്കാൻ നിനക്കറിയില്ല. ഇത് കാപ്പട്യക്കാരുടെ ലോകമാണ്. നീ ചേച്ചിന്ന് വിളിക്കുന്ന സഞ്ജുവിന്റെ മുറപ്പെണ്ണ് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നെ? നീ അത് അന്വേഷിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ഭർത്താവ് വിദേശത്താ. അതാ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നെ. ചേച്ചിയുള്ളത് എനിക്കൊരു കൂട്ടാ. അവളുടെ ഭർത്താവിന് വീടില്ലേ? എന്തിനവൾ അമ്മയുടെ തറവാട്ടിൽ വന്ന് നിൽക്കണം? അവളുടെ അച്ഛനും അമ്മയും ഒരു വലിയ വീട്ടിൽ കഴിയാ. അവൾ അവർക്ക് ഒരേ ഒരു മോളും. പെരുവണ്ണാപുരത്ത് അമ്മയെ സാക്ഷി നിർത്തിയ ഈ താലി നിന്റെ കഴുത്തിൽ വീണത്. ജീവൻ കളഞ്ഞിട്ടാണേലും ഈ താലി നീ സംരക്ഷിക്കണം. ഇത് ഞാൻ നിന്നോട് പറഞ്ഞതല്ല, എന്റെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ആർക്കും ആരും ശത്രുക്കളല്ല കുട്ടി. സാഹചര്യമാണ് ശരിക്കുള്ള വില്ലൻ. എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിന്റെ പേരില്ല നീ ഈ വീടിന്റെ പടി കയറിയത്? ഞാൻ വന്നത് അലസിപ്പോയ ബന്ധങ്ങളുടെ വിഴിപ്പലക്കാനല്ല. എനിക്കതിനോട് ഒട്ടും താല്പര്യവുമില്ല. ദക്ഷ വന്നത് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനാ. എന്നെ വിളിച്ചിട്ടാ ദക്ഷ വന്നത്. നീയുമായി എന്ത് ബിസിനസ്സാണ് ഞങ്ങൾക്കുള്ളത്? പണിക്കരോട് സംസാരിക്കാനല്ല ഞാൻ വന്നത്. അതിന് നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്താ നോക്കി നിൽക്കുന്ന? വീട്ടിലൊരു അതിഥി വന്നാൽ ചായ കൊടുക്കണമെന്ന് അറിയില്ലേ? അവൾ ഈ വീടിന്റെ മരുമകളല്ലേ കവിത? ഒരു സെർവന്റിനെ പോലെയാണോ സഞ്ജു താലി കെട്ടിയ പെണ്ണിനോട് നീ പെരുമാറുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബിസിനസ്സുമായി ബന്ധപ്പെട്ട വല്ല കാര്യമാണെങ്കിലേ ഓഫീസിൽ വരണം. നിന്റെ തുക്കട ഓഫീസിൽ ദക്ഷ വരേണ്ട കാര്യം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം കച്ചവടത്തിൻ്റെതാ. ഞങ്ങൾ നിങ്ങളുടെ 25% ഷെയർ വാങ്ങിയത് ലാഭം ലക്ഷ്യം വെച്ച് തന്നെയാണ്. കല്യാണ മഹോത്സവത്തിനിടയിൽ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഷെയർ മാർക്കറ്റൊന്നും കാണുന്നില്ലേ? അതിനുള്ള അവസ്ഥയിലല്ല നീ എന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, ഷെയർ മാർക്കറ്റിൽ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് വൻ ഇടിവ വന്നിരിക്കുന്നത്. വർമ്മ സാർ വിളിച്ചിരുന്നു. ഞങ്ങളുടെ നഷ്ടം നികത്തി നിങ്ങളെ നിലനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് നിങ്ങൾ 25% ഷെയർ കൂടി ഞങ്ങൾക്ക് തരണം. കാര്യങ്ങൾ ഞാനിപ്പോ ചുരുക്കി പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ പകുതി ഷെയർ വാങ്ങി കമ്പനിയിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം. അതും ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക്. നിങ്ങളെന്താ പക തീർക്കാണോ? എന്തു പക? നീയൊരു ബിസിനസ്സുകാരനല്ലേ?
മോക്ഷം കിട്ടാനാണോ നീ ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു സമയം തരണമെന്നാ. നിങ്ങൾ വാങ്ങിയ ഷെയർ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. കൊള്ളാം. അപ്പച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഷെയർ മാർക്കറ്റിലെ ഇടിവും കുതിപ്പുമൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പേരിൽ എന്നെ തകർത്ത് കളയുന്നെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ 25% ഷെയർ തിരിച്ചെടുക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. എന്നാ നീ അങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്നും തലയൂരി പോയാ മതി. എന്ത് വാങ്ങുന്ന കാര്യം ചേച്ചി പറയുന്നേ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അവളെ ഒരു മണ്ടിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. സഞ്ജുവേട്ടന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. എന്തോ വാങ്ങിയതിന്റെ പൈസ തരാനുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. ലച്ചു, നീ മിണ്ടാതാകത്തേക്ക് കയറിപ്പോ. അറിയാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. സഞ്ജുവേട്ടന് എന്തെങ്കിലും ദോഷം വന്നാ ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതുകൊണ്ടുള്ള ദോഷാണെന്ന് എല്ലാവരും പറയില്ലേ? നിന്നോട് കേറി പോവാനാ പറഞ്ഞത്. ദക്ഷമേ, സഞ്ജുവേട്ടന് ഒരു ദോഷവും വരുത്തല്ലേ. ലച്ചു നിക്ക്. ലച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം പോകുന്നു. കാരണം എന്റെ അമ്മയുടെ മനസ്സിൽ ലച്ചുവിന്റെ സ്ഥാനം എന്നേക്കാളും വലുതാ. സങ്കടപ്പെടണ്ട കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി, ദേ ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിക്കും. അമ്മ ലച്ചുവിനെ കാണാൻ വാശി പിടിക്കുക. അതിനെന്താ, ദക്ഷമ്മ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഞങ്ങളുമായിട്ടുള്ള ഈ വഴക്കും തീരുമല്ലോ. ലച്ചുവിനും വരാം ദക്ഷയുടെ വീട്ടിലേക്ക്. ലച്ചുവിന് വേണ്ടി വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കും. നാണം കടത്തി കളതല്ല പൊന്നെ. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചത് ആരായാലും അതിന്റെ കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. മുത്തച്ഛനെ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. മംഗലശ്ശേരി ഗ്രൂപ്പ്സിനൊന്നും സംഭവിക്കില്ല. അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. പോയിട്ട് വരാം. സഞ്ജു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ സമയത്ത് പിന്നോട്ട് പോവല്ല വേണ്ടത്. മംഗലശ്ശേരി ഗ്രൂപ്പ്സ് എന്തുകൊണ്ട് അതിൽ നിന്നും പിന്മാറി എന്നൊരു ന്യൂസ് കുറച്ചു സമയം കൊണ്ട് പരക്കും. KG ഓർഗനൈസേഷൻ അവസരം ഉണ്ടാക്കി കൊടുത്ത സഞ്ജുവിന്റെ സ്ഥാനം അവര് കൊണ്ടുപോകും. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കടത്തി വിടരുത്. നമ്മളായിട്ട് അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. സഞ്ജു അവരുമായിട്ട് ഇന്ന് തന്നെ മീറ്റ് ചെയ്യും. ചേച്ചി, എന്താ?
ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും നമ്മുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കടത്തി വിടരുത്. എന്താ ലച്ചു, നീ എന്തിങ്ങനെ നോക്കുന്നേ? ചേച്ചി, ഇത് ചേച്ചിയുടെ കമ്മലല്ലേ? അതെ, എന്റെ കമ്മല. ലച്ചുവിന് ഇത് എവിടുന്ന് കിട്ടി? ചേച്ചി ഇതെവിടെ ഊരി വെച്ചതെന്നോർത്താ ഉത്തരം കിട്ടും. തമാശ വിട്. നിനക്കിത് എവിടുന്ന് കിട്ടിയെന്ന് പറ ലച്ചു. ഇത് കഴിഞ്ഞ രാത്രി സഞ്ജുട്ടിന്റെ മുറിന്ന് എനിക്ക് കിട്ടിയത്. സഞ്ജുന്റെ മുറിയുന്നോ? ഇതവിടെ വരാൻ വഴിയില്ലല്ലോ. ചേച്ചി, ഞാൻ കള്ളം പറയില്ല. എന്നുവെച്ചാ ഞാൻ കള്ളം പറയുന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ കമ്മൽ സഞ്ജുട്ടിന്റെ മുറിയിൽ ഊരി വെച്ചതുപോലെ ഇരിക്കുകയായിരുന്നു. എങ്കില് ഇതാര് കൊണ്ടുവച്ചതാണെന്ന് സഞ്ജുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു? അതൊക്കെ ചോദിക്കാൻ പാടുള്ള കാര്യമാണോ ചേച്ചി? ഞാനൊരു മോശം ഭാര്യയാണെന്ന് സഞ്ജുട്ടൻ കരുതില്ലേ? കമ്മല് കണ്ടപ്പോ തന്നെ അത് ചേച്ചിയുടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എടുക്കുകയും ചെയ്തു. സഞ്ജുട്ടൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. ശരിയാ, ഇപ്പൊ ഓർമ്മ വന്നു. സഞ്ജു ഒരു ഫയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അതിലെഴുതിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാ. ഞാൻ റൂമിൽ ചെന്ന് ആ ഫയൽ എടുത്ത് സഞ്ജുവിന് വിശദീകരിച്ചു കൊടുത്തു. അതിനിടയിലെ കമ്മലൂരി അവിടെ വെച്ചതാ, എടുക്കാൻ മറന്നു. ഫയലെടുക്കുമ്പോ കമ്മൽ ഊരി വെക്കുന്നത് എന്തിനാ? കമ്മല് കാതിലല്ലേ കിടക്കുന്നത്? ഇവിടെ വിടാൻ ഭാവമില്ല. അല്ല, അത് പിന്നെ കാതിന്ന് കമ്മലൂരി വന്ന അതെടുക്കില്ലേ? അതിലിത്ര ചോദ്യം ചെയ്യാൻ എന്തിരിക്കുന്നു? ലച്ചു വരുന്നതിന് മുമ്പും ഞാൻ സഞ്ജുവിന്റെയും സഞ്ജു എന്റെയും റൂമിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. സഞ്ജു ഇല്ലാത്തപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഞ്ജുവിന്റെ റൂമിലും പോവാറുണ്ട്. അതിവിടെ ആർക്കാ അറിയാത്തത്? അല്ലെങ്കിൽ തന്നെ എന്റെ കമ്മലോ ഫോണോ സഞ്ജുവിന്റെ റൂമിൽ കണ്ടുവെന്ന് വെച്ച് ലച്ചു എന്തിന് ഇത്ര സീരിയസ് ആയി കാണണം? ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന് വെക്കണം. അദ്ദേഹത്തിന്റെ മുറിയിൽ എന്റെ കമ്മല് കണ്ട ചേച്ചിക്ക് ഉത്കണ്ഠയൊന്നും തോന്നില്ലേ? പകല് ഞാൻ അവിടെ പോയതാ. രാത്രിയിൽ ബെഡ്ഷീറ്റ് വിരിക്കാനും പോയിരുന്നു. അപ്പോഴൊന്നും ഈ കമ്മലുള്ളത് അവിടെ കണ്ടില്ല. നീ എന്താ എന്നെ ചോദ്യം ചെയ്യാണോ? ഞാൻ കണ്ടിട്ടേ നീ സഞ്ജുവിനെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ശരി തന്നെയാ ചേച്ചി. മകനെ ആദ്യമായി കണ്ടത് അമ്മയാണെന്ന് വെച്ച് വിവാഹം കഴിഞ്ഞ ആ മകനിൽ അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ കൂടുതൽ അവകാശവും അധികാരവും? ചേച്ചി അതൊന്ന് ഓർത്തിരുന്നാ മതി. സ്വാതി പറ. സഞ്ജു ബിസിയാണോ? ഇല്ല, കുഴപ്പമില്ല. സ്വാതി പറഞ്ഞോ.
സഞ്ജു തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് ആദ്യം കരുതിയത്. പക്ഷേ പറ്റുന്നില്ല. എന്ത് തീരുമാനം? സ്വാതി എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. സഞ്ജു എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ പോയിക്കോട്ടെ. എന്താ കാര്യം? അവിടെ അച്ഛനമ്മയ്ക്ക് എന്തേലും? ഏയ്, അവർക്കാർക്കും ഒരു അസുഖവും. ഒരു ചേഞ്ച് അതിനു വേണ്ടിയാ. അവിടെ മംഗലശ്ശേരിയിലെ സ്വാതിക്ക് വിഷമം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നം? അതെന്താണെങ്കിലും എന്നോട് പറ. ഏയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു ദിവസം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കണമെന്നൊരു തോന്നൽ. ഒരു നൊസ്റ്റാൾജിയ അന്ന് കൂട്ടിക്കോ. അല്ലാതെ ലച്ചു ഒന്നും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല.